സമൂഹത്തിൽ ഏതൊരു സോഷ്യൽ ഗ്രൂപ്പ് എടുത്താലും, ഒരു കുടുംബം, ഒരു സംഘടന, ഒരു സ്ഥാപനം ഏതെടുത്താലും അവിടെയൊക്കെ ആ സംവിധാനങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ശിരസിൽ ഏറ്റി നടക്കുന്ന ആളുകളുണ്ടാവും. എന്നാൽ ഇതൊന്നും ചെയ്യാതെ ഇതിൻ്റെ ആനുകൂല്യം പറ്റാൻ വേണ്ടി നടക്കുന്ന ആളുകളും ഉണ്ടാവും. ഒരിക്കൽ നാലാളുകൾ കൂടിയിട്ട് ഒരു മരത്തടി ഇങ്ങനെ തോളിൽ വെച്ച് കൊണ്ടുപോയിരുന്നു. മുന്നിൽ ഒരാൾ, നടുവിൽ രണ്ട് പേര്, ബാക്കിൽ ഒരാൾ. ഇവരിങ്ങനെ കൊണ്ടുപോകുമ്പോൾ ചളി നിറഞ്ഞ ഒരു സ്ഥലത്തി. ഈ ചളി നിറഞ്ഞ സ്ഥലത്ത് മുന്നിൽ നിൽക്കുന്ന ആൾക്കും പിന്നിൽ നിൽക്കുന്ന ആൾക്കും കുറച്ച് ഭാരം കൂടിയ പോലെ തോന്നി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ നടുവിലുള്ള രണ്ടാളുകളുടെ കാലുമ്മ ചളിയായിട്ടില്ല. അവർ ആ ചളി നടന്ന ഉള്ള ഭാഗത്ത് ഈ മരത്തടിമ തൂങ്ങുകയായിരുന്നു. ഇതാണ് നമ്മൾ താങ്ങുന്നവരും തൂങ്ങുന്നവരും എന്ന് പറയുന്നത്. നമ്മളൊരു കുടുംബത്തിൽ ചിലപ്പോൾ ഒരു വൃദ്ധരായ ആരെങ്കിലുമൊക്കെ രോഗമായി കിടക്കുമ്പോഴൊക്കെ ചിലപ്പോൾ, അതല്ലെങ്കിൽ മറ്റെന്ത്, ഒരു കുടുംബത്തിലൊരു കല്യാണം നടക്കുമ്പോൾ, എന്ത് ഫംഗ്ഷൻ നടക്കുമ്പോൾ അതിനു വേണ്ടി ഒരുപാട് ഏഹ് പ്രയാസങ്ങളും ഇതൊക്കെ സഹിക്കുന്ന ആളുകളുണ്ടാവും. എന്നാൽ ഇതൊന്നും സഹിക്കാതെ വെറും ആനുകൂല്യം പറ്റാൻ വേണ്ടിയും അല്ല ഷോ ഓഫ് കാണിക്കുന്ന ആളുകൾ മാത്രം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പരമാവധി ഈ സംവിധാനങ്ങൾക്ക് വേണ്ടി നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്യുന്ന ഒരാളുകളായിരിക്കണം നമ്മൾ. ഇനി ഇങ്ങനെ ചെയ്യാതെ ആനുകൂല്യം പറ്റാൻ വേണ്ടി മാത്രം നടക്കുന്ന ആളുകളുടെ ഒരു ലക്ഷണം പറഞ്ഞുതരാം. അവര് കൂടുതൽ ക്ലെയിം ചെയ്യുന്നവരായിരിക്കും. ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു. എന്നാൽ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ ഇതൊന്നും പുറത്തു പറയാതെ വളരെ രഹസ്യമായിട്ട് നടക്കുന്ന ആളുകളായിരിക്കും. അങ്ങനെ ആളുകളാവാൻ നിങ്ങളും ശ്രമിക്കുക. അതൊരു നല്ല വ്യക്തിത്വത്തിന്റെ ലക്ഷണമാണ്.